ഹായ് ഓൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത് ട്രെൻഡെക്സ് എ ബോട്ടും ബൈനാൻസും എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നിങ്ങൾ ഈ വീഡിയോ കറക്റ്റായിട്ട് എൻഡ് വരെ ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ബിനാൻസിനെയും ട്രെൻഡെക്സ് ബോട്ടിനെയും കണക്ട് ചെയ്യാൻ പറ്റും. സോ അതിനാദ്യമായിട്ട് നമ്മൾ ട്രെൻഡെക്സിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ മെനു ഓപ്ഷനിലേക്ക് വരുന്നു. എക്സ്ചേഞ്ച് എന്നുള്ള 6ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ബൈനാൻസ് നിങ്ങൾക്ക് കാണാം. കണക്ട് ടു ബൈനാൻസ് എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്യാം. സോ ഈ പേജ് എത്തി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മിനിമൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഒരിക്കലും ബാക്ക് അടിക്കേണ്ട, നേരെ മിനിമൈസ് ചെയ്തിട്ട് നമ്മളുടെ ബൈനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബൈനാൻസിൽ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ബൈനാൻസിൻ്റെ ലോഗോ കാണാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ മോർ സർവീസസ് വരും. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യാം. അവിടെ API മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും. അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം നമ്മളൊരു API കീ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് API കൊടുക്കുന്നു. അതിൽ ഡിഫോൾട്ടായി വരുന്ന സിസ്റ്റം ജനറേറ്റർ ആണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു നെയിം എൻ്റർ ചെയ്യാം. ഞാനിവിടെ ട്രെൻഡെക്സ് എ ബോട്ട് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ്. ഞാൻ ഫേസ് ലോക്കാണ് കൊടുത്തത്. നിങ്ങളുടെ ഫോണിൽ എന്താണോ OTP ഗൂഗിൾ ഒതനിക്കേറ്ററോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് കൊടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പേജിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെ ട്രെൻഡെക്സ് എ ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എഡിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് താഴേക്ക് വരാനുള്ളൊരു ആരോ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. API കീ എഴുതിയതിൻ്റെ തൊട്ട് താഴത്തായിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വലുതായിട്ട് ഫുള്ളായിട്ട് വരും. സോ ഇതിൽ ഏറ്റവും താഴെ നമ്മൾ IP അഡ്രസ്സ് ആദ്യം ആഡ് ചെയ്യണം. IP അഡ്രസ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഡിഫോൾട്ടായി വരുന്നത് അൺറെസ്ട്രിക്റ്റഡ് സ്പേസിലാണ്. അതിന് താഴത്തായിട്ട് റെസ്ട്രിക്റ്റ് ആക്സസ് ടു ട്രസ്റ്റഡ് IPs ഉള്ളിൽ നിന്നുള്ള ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് അവിടെ ഫോം ചെയ്യും. ആ ബോക്സിലാണ് നമ്മുടെ ട്രെൻഡെക്സ് ബോട്ടിൻ്റെ IP അഡ്രസ്സ് കണക്ട് ചെയ്യേണ്ടത്. ആ IP അഡ്രസ്സാണ് നമ്മൾ നേരത്തെ കണ്ട പേജിൽ ഏറ്റവും താഴത്തുള്ളത്. ജസ്റ്റ് അത് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഇവിടേക്ക് വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്ത ശേഷം എനേബിൾ സ്പോട്ട് ആൻഡ് മാർജിൻ ട്രേഡിംഗ്, എനേബിൾ ഫ്യൂച്ചേഴ്സ്, ഇത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്യണം. കാരണം ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻസ് നമ്മൾ ഇതിലൂടെയാണ് കൊടുക്കുന്നത്. അതിന് ശേഷം ഇവിടെ API കീയും സീക്രട്ട് കീ എന്നുള്ള 2 കീസ് ഉണ്ട്. ഇത് നിങ്ങൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത API കീയാണ്. API കീയുടെ ബോക്സ് ഇവിടെ ഉണ്ട്. നമ്മളതവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ നമുക്കിവിടെ എന്തുണ്ട്, സീക്രട്ട് കീയും കാണാൻ പറ്റും. ജസ്റ്റ് അതും നിങ്ങൾ എന്ത് ചെയ്യുക, ലോങ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നു. സീക്രട്ട് കീയും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ പേസ്റ്റ് ചെയ്ത ശേഷം തിരിച്ച് ബിനാൻസിലേക്ക് തന്നെ വന്ന് നമ്മൾ ആദ്യം എഡിറ്റ് കൊടുത്ത അവിടെ ഇപ്പോൾ സേവ് എന്ന് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ ഒന്നത് സേവ് ചെയ്യാം. വീണ്ടും വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ്. കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ബിനാൻസിൽ ക്രിയേറ്റ് ചെയ്ത API കീൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഇനി നമ്മൾ ട്രെൻഡെക്സിൽ വന്ന് കണക്ട് എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്യുന്നു. സക്സസ്ഫുള്ളി കണക്റ്റഡ്. സോ വളരെ സിമ്പിളാണ്. ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ശ്രദ്ധിക്കുക, എല്ലാ പ്രൊസീജിയറും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. താങ്ക്